യതോ വായുവാനി ഭൂതാനി ജായത്തെ യേന ജാതാനി ജീവന്തി തത്പ്രയന്ത്യഭി സംവംശന്തി തദ്ഭവതിയോ. വൈദ്യരേ, വൈദ്യരേ, അയ്യോ എന്നെ കൊല്ലാൻ വേണ്ടേ. കാണുന്നില്ലല്ലോ, പോയോ? ഭ്രാന്തനാണോ? ഞാനാ സത്സർണി അല്ല ഉത്സർണി. എന്താ വൈദ്യരേ, എന്നെ പാമ്പ് കടിച്ചേ. അത്രേ ഉള്ളോ? പാമ്പ് കടിച്ചാൽ വിഷം മുകളിലേക്ക് വരുമോ അത് താഴേക്ക് വരുമോ വൈദ്യരേ? എന്താ സംശയം? വിഷം മുകളിലോട്ടെങ്ങനെ കയറും? ഓ ആശ്വാസമായി. അയ്യേ, പാമ്പ് ചമ്മിപ്പോയി. എന്നെ നിരന്തരല്ല പാമ്പ് കടിച്ച്. വിഷം മുകളിലേക്ക് പോക്കോളൂ. അവിടെ നിൽക്ക, താൻ മുകളിലോട്ട് തന്നെ പോകും. ചത്തു പോകണോ? അയ്യോ എന്റെ അമ്മച്ചേ. താൻ ഇവിടെ ഇരിക്ക, ഞാൻ പോയി മരുന്നെടുത്തിട്ട് ശഭേന്ന് വരാം. അയ്യോ എന്റെ പൊന്നു വൈദ്യരെ, അകത്ത് കിടക്കേണ്ട സംഗതിയൊക്കെ പുറത്താണല്ലോ. എടാ വൃത്തിയോട്ടാണേ, എന്താടാ നീ ഉദ്ദേശിച്ചത്? ഡേനിയൻ അല്ല എന്റെ വൈദ്യുതി ഉദ്ദേശിച്ചത്. ഓ, പിന്നെ നീ കിടന്ന് അടകലറന്നു. എന്നാന്ന്? അല്ല കടൽ. മണ്ണാൻ കഷ്ട അലറൽ. ഇത് പുതിയ ഫാഷനാണ്. അകത്തിടേണ്ടത് പുറത്ത്, പുറത്തിടേണ്ടത് അകത്ത്. ഓ എന്റെ ദൈവമേ, ഇതുപോലത്തെ വൈദ്യന്മാരുണ്ടെങ്കിൽ രോഗിയപ്പ ചത്തോന്ന് ചോദിച്ചാൽ മതി. ഓ, ഞാനാണ് എൻ്റെ പേര് നേരത്തെ കല്ലറ എഴുതി വെച്ച് എനിക്ക് എന്തിൻ്റെ കേടാണെന്ന് നോക്കണേ. കുറച്ച് മരുന്നുണ്ട്, കുറച്ച് ജീവൻ കിട്ടിയേക്കും. നിന്റെ നെടുകുന്തലെ പാമ്പ് കടിച്ചെന്നല്ലേ പറഞ്ഞത്? ഇപ്പം നിന്റെ കാലയിലുണ്ടല്ലോടാ കടിച്ച ഒരു മുറിവ്. ഇവിടെയാണോ അതോ ഇവിടെയാണോ? ഇവിടെയാണോ അതോ ഇവിടെയാണോ? അപ്പൊ തലര മുറിവ് ഷാപ്പിൽ നിന്ന് കിട്ടിയ അടിയാണെന്നല്ലേ? എടാ വിഡി കുഷ്മാണ്ടം, പാമ്പ് നിന്റെ എവിടെയാടാ കടിച്ചത്? ഇത് വൈദ്യരെ, സാധാരണ എവിടെയാ കടിക്കണേ? ഓ, അപ്പം നിന്നെ കടിച്ചത് സാധാ അരണയാണല്ലേ, പാമ്പല്ല. സാധാരണ അരണ കടിച്ചാൽ ആരും മരിക്കാറില്ല. വൈദ്യരെ, വൈദ്യരെന്ന് വിളിക്കുന്ന നാളുകൊണ്ട് മൈത്രയാന്ന് വിളിപ്പിച്ചത് കേട്ടോ, കേട്ടോ വൈദ്യരെ. പക്ഷേ മൈത്രേയൻ ഇവിടെ പോയപ്പോഴാ പാമ്പ് കടിച്ചത്? തറവാട്ടിൽ പോയപ്പോഴാണ് പാമ്പ് കടിച്ചത്. പുളിക്കടവ് എന്നാടാ നിനക്ക് തറവാടായത്? തറവാട് നിനക്ക് കാണണോടാ വൈദ്യരെ. നോക്ക് നാട്ടുകാരെ, ലോ ലവന്റെ തറവാട്. അയ്യോ, എൻ്റെ കാല് നീര് വെച്ച് പൊങ്ങുന്ന വൈദ്യരേ, വിഷം കടിച്ച് തൊപ്പിക്കട വൈദ്യരേ. എൻ്റെ മെഡിലോ മുളങ്ങിയിട്ടൊരു വിഷം കയറുന്ന തോന്നുന്നു വൈദ്യരേ. വരുമ്പോഴത്തവനെ ഇങ്ങനെ ചീത്ത വിളിക്കുകയാണല്ലേ? ഇംഗ്ലീഷിൽ പറഞ്ഞ എനിക്ക് മനസ്സിലാവുകയാണെന്ന് വിചാരിച്ചോ? ആഹാ, ഇംഗ്ലീഷും പോലും മലയാളത്തിൽ അറിയില്ലാത്തത് വ്യാജവൈദ്യനല്ലേ? ഞാൻ ചാകുന്ന നിന്നെ കൊല്ലടോ പട്ടാ. ഒന്ന് പിടിവിട്ട വിഷം കടിച്ചു തുപ്പി കളയാൻ വൈദ്യം പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലടാ. ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഓ എൻ്റെ അമ്മച്ചേ, എൻ്റെ നടുവ് പോയി എൻ്റെ പെണ്ണുമ്പളോട് ഞാൻ എന്ത് സമാധാനം പറയുമോ എൻ്റെ കർത്താവേ. എടാ, പാമ്പ് കടിച്ചെന്ന് പറഞ്ഞിട്ട് നിന്റെ കാലിൽ മൊത്തം പട്ടിയുടെ നാട്ടിലാണല്ലോ. കടിച്ചത് മീനാക്ഷിയുടെ പട്ടി ആയിരിക്കും. അതുപോലും നിനക്ക് ഉറപ്പില്ല. ഉറപ്പുള്ള നിന്റെ എന്നെ കഴിച്ചു എന്റെ വലിയ പോയി. ഇത് വ്യാധനല്ലേ, പല്ല് പോലെ യാതൊരു അതിശയമില്ല. എന്റെ ശരീരത്തിൽ അസ്ഥി മാത്രമല്ലേ ഉള്ളൂ, മാംസം ഒട്ടുമില്ലല്ലോ. അതെ, ഒരു കാര്യം പറയാനുണ്ട്.
കുട്ടി കാലം ഇല്ലായിരുന്നു കേട്ടോ, നനവില്ലായിരുന്നോ? എന്താണ് ഇവിടെ ഒരു ഛർദിയും ബഹളമൊക്കെ? എടാ, ഛർദിക്ക് വല്ല നേഴ്സിംഗ് ഹോമിലും പോടാ. ഞാനേ വിഷവൈദ്യനാണ്, വിഷവൈദ്യൻ. ഇത് ഗർഭമൊന്നും അല്ല ഡോക്ടറെ, കമ്പിച്ചതാ. ചിലപ്പം ആണുങ്ങളും ഗർഭം ധരിക്കുന്ന കാലമാ ഇപ്പോൾ. താങ്കളാണോ ഇവിടുത്തെ യഥാർത്ഥ വൈദ്യൻ? എടാ, ഞാൻ വിഷവൈദ്യനാണെന്ന് പറഞ്ഞത് തമിഴിലാണോ ഹിന്ദിയിലാണോ? മലയാളത്തിലല്ലേ? വൈദ്യനാണെന്ന് തോന്നിയായിരുന്നു, വിഷമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഈ സ്റ്റെപ്പിനി കോപ്പ് വെച്ചുകൊണ്ട് ഞാനൊരടി തന്നാലുണ്ടല്ലോ അലവലാതി. വൈദ്യനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 32 നാക്കിൻ്റെ ഇടയ്ക്ക് ഒരു പല്ലല്ലേ ഉള്ളൂ. സ്റ്റെതസ്കോപ്പ്. നീ മിണ്ടരുത്. വൈദ്യം പഠിക്കാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ, മുഴുവൻ പഠിച്ചിട്ട് മാത്രമേ ആളെ ചികിത്സിക്കാവുള്ളൂ എന്ന്. എടാ, മറിയാമ്മയുടെ വൈദ്യൻ ആളെ കൊല്ലും. എൻ്റെ പൊന്നു ഡോക്ടറെ, മറിയാമ്മയുടെ വൈദ്യനല്ല, മുറിവൈദ്യൻ ആളെ കൊല്ലും. നിങ്ങളെ ഇരട്ടപ്പറ്റതാണോ? എന്നെ അമ്മ പറ്റതാ. തർക്കുത്തരം പറയാതെ ഇവിടെ വന്ന് ഇരിക്കടാ. നിന്റെ പേരും അഡ്രസ്സും ഇതിൽ കുറിക്കടാ. സാറിനെന്താ എഴുത്തും വായന അറിയാൻ മേലെ? ഇത് എന്തോന്നാടാ? നിങ്ങളെല്ലാവരും കേട്ടോളി. സഞ്ചി, പടിഞ്ഞാറേക്കുര, മൂട്ട. അതെ ഡോക്ടറെ, സജി പടിഞ്ഞാറക്കര മുട്ടം എന്നാണ് എൻ്റെ വിലാസം. ഞാൻ എഴുതി വന്നപ്പോൾ ഈ കോലത്തിലായിരുന്നു. സുഹൃദക്ഷയം അല്ലാണ്ടെന്താ? എടാ, ഞാനാ നമ്പൂതിരി. നീ നമ്പൂതിരി ഭാഷയിൽ സംസാരിക്കുന്നു കേട്ടല്ലോ. അത് വേണ്ട കേട്ടോ. എനിക്ക് ക്ഷയരോഗമല്ല, എൻ്റെ ദൈവമേ, രണ്ടും വ്യാജന്മാരാണ്. എന്റെ ഈശ്വര, ഞാൻ ഇന്ന് ആരെയാ കണി കണ്ടത്? ഇങ്ങോട്ട് നേരെ ഇരിക്കടാ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. എടാ, ഇവൻ ചത്തുപോയടാ. യാതൊരു അനക്കവുമില്ല. അയ്യോ നാട്ടുകാരെ, ഓടിവായോ, ഞാൻ ചത്തുപോയേ. അയ്യോ നാട്ടുകാരെ, ഓടിവായോ, ഞാൻ ചത്തുപോയേ. മീനാക്ഷി, നിന്റെ മട്ടായി തന്നെ വന്ന് എൻ്റെ അവസാനത്തെ ആഗ്രഹം നടക്കാതെ പോയല്ലോ എൻ്റെ മോളെ. അയ്യോ എന്റെ ഡോക്ടറെ, ഇത് ചെവിയോട്ടൊന്ന് വെക്കാവോ? എന്നെക്കാളും കഷ്ടമാണ്. എന്നെ കെട്ടാൻ വന്നവനെന്ന് പറഞ്ഞ പോലായി. നിന്റെ നെഞ്ചെത്തുന്നതാടാ തൃശ്ശൂർ പൂരം നടക്കുന്നുണ്ടോ? ഏതാ പോന്നു ഡോക്ടറെ, ഇത് പെരുന്നാളിന്റെ വേടി നോക്കിയതാ. കഷ്ടം തന്നെ പ്രഭോ, കഷ്ടം. എടാ, നിനക്ക് സൈക്കോപ്പതിക് ഡിസോർഡർ എന്ന രോഗമാണ്. മരുന്ന് കഴിച്ചാൽ മാറാവുന്നേ ഉള്ളൂ. അത് ഞാൻ എന്നും ബെവറേജ് വാങ്ങിക്കുന്നതാ. എന്ത് സാധനം? സൈക്കോപ്പതിക് ഡിസ്പെൻസറി. ഇവന്റെ നാക്ക് കൊഴിയുന്നുണ്ടല്ലോ. എടാ, അപ്പുറത്തിരിക്കുന്ന സ്പിരിറ്റിങ് എടുത്തുകൊണ്ട് പോവാ. ഇവന്റെ കാലൊന്ന് കെട്ടിവിട്ടേക്കാം. അയ്യോ സാറേ, അത് സ്പിരിറ്റ് ആയിരുന്നോ? അത് മരുന്നാണെന്ന് കരുതി ഞാൻ ഇവന് കൊടുത്തു, ഇവൻ കുടിച്ചു. സത്യം പറയടാ, മുഴുവനും ഇവന് കൊടുത്തോ അതോ നീയും കുടിച്ചോ? ചക്കരക്കുടത്തിൽ കൈയിട്ട ആരെങ്കിലും നക്കാണ്ടിരിക്കൂ. നോമോ രസം കഴിക്കൂ. ഇത്തിരി കുപ്പിക്കുള്ളം കലക്കി അവൾ ഓമനച്ചാലിലെ മീൻ പിടിച്ചു. ബീക്കി ബീക്കി മുളകരച്ചു, അവൾ 50 ചട്ടിക്കറി ചമച്ചു. ബീക്കി ബീക്കി മുളകരച്ചു, അവൾ 50 ചട്ടിക്കറി ചമച്ചു. ഇത്തിരി കുപ്പിക്കുള്ളം കലക്കി അവൾ ഓമനച്ചാലിലെ മീൻ പിടിച്ചു. ബീക്കി ബീക്കി മുളകരച്ചു, അവൾ 50 ചട്ടിക്കറി ചമച്ചു. ബീക്കി ബീക്കി മുളകരച്ചു, അവൾ 50 ചട്ടിക്കറി ചമച്ചു. ഒത്തിരിക്കല്ല മുന്തി കുടിച്ചാൽ എന്തൊരു സന്തോഷം, അയ്യയ്യ എന്തൊരു സന്തോഷം. പിന്നെ നളവും വേണ്ട, മാനവും വേണ്ട, ഒരു മുണ്ട് വേണ്ട.
പിന്നെ നാണവും വേണ്ട മാനവും വേണ്ട ഒരു മുണ്ട് വേണ്ട. അയ്യേ അപ്പൂപ്പന്താടി പോലെ നമുക്ക് പൂസൈക്കറങ്ങീല. പൂസു കുറയുമ്പോ ഒരു പടിയുടെ ചോട്ടിച്ചല്ല. പൂസു കുറയുമ്പോ ഒരു പടിയുടെ ചോട്ടിച്ചല്ല. പണിയുടെ മുകളിലായി ഇരിക്കുന്ന കള്ളും കൂടം കണ്ടില്ലേ? പണിയുടെ മുകളിലായി ഇരിക്കുന്ന കള്ളും കൂടം കണ്ടില്ലേ? മട്ട പൊക്കി നമുക്ക് പിന്നെയും പൂസാകാം. മട്ട പൊക്കി നമുക്ക് പിന്നെയും പൂസാകാം. ഒത്തിരി കള്ള് മുന്തിക്കുട്ടിച്ചാൽ എന്തൊരു സന്തോഷം. അയ്യ എന്തൊരു സന്തോഷം. പിന്നെ നാണവും വേണ്ട മാനവും വേണ്ട ഒരു മുണ്ട് വേണ്ട ഒരു മുണ്ട് വേണ്ട. അയ്യേ അയ്യേ അയ്യേ. എടാ ഒന്നും നിന്നടാ, ഒരു സംശയം. ഈ മീനാക്ഷിക്ക് എന്തിനാ പട്ടി? ഞാൻ അങ്ങോട്ട് വന്നപ്പം അതിനെ ഓടിച്ചിട്ട് കാണിച്ചു. അതെ, മീനാക്ഷിയുടെ വീട്ടിൽ ആളുണ്ട്. അതാ അന്നേരമാ അവള് പട്ടി അഴിച്ചു വിടണത്. വാടാ, എന്നാ പട്ടിക്കൊട്ടൊരു ഏറ് കൊടുക്കണം. അയ്യോ, എഴുതിയത് വേറെ പട്ടിക്കിട്ടാടാ, ഓടിക്കോ. എടാ ഓടാൻ പറ്റുന്നില്ലാ. മരത്തേലോട്ട് ചാടിക്കാറടാ. അയ്യോ, ഇത് മുള്ളുമരിക്കാണേ. വേറെ മരത്തിലോട്ട് കയറടാ. ഓ, എന്റെ മുണ്ട് പട്ടി കടിച്ചോണ്ട് പോയേ. ഓടാ പട്ടി. അയ്യയ്യേ, ഇങ്ങോട്ട് നോക്കാതെടാ പട്ടി. ഈ പട്ടിക്ക് ഒരു നാണമില്ല. ഗുരു ചൂടുകുരു കുന്നിക്കുരു കാപ്പിക്കുരു ആയിക്കുരു ഗുരുവേ നമഃ. എന്റെ ശിഷ്യന്മാരിൽ ആരോ വന്നിട്ടുണ്ട്. ചീത്തവിളിയല്ലേ കേൾക്കുന്നത്? ഗുരുവേ നമഃ. ഞാൻ കുരുവല്ലടാ, വിഷഗുരനാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പിച്ചക്കാരൻ. ഗുരുവേ, ഞാൻ വെളുപ്പിക്കാൻ ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടേ. കുടുംബം വിളിപ്പിക്കാനുള്ള മരുന്നാണോടാ അത്? ഈ ചുട്ടിച്ചുളിയ മുഖം മുഖം പോലെയാക്കും. ആ പേര് മാത്രം നീ പറയരുത്. ഈ വയസ്സാം കാലത്ത് എനിക്ക് ജയിലിൽ കിടക്കാൻ പറ്റില്ല. മുഖമൊന്ന് ഓർത്തു നോക്കും. സാധനങ്ങൾ പോലെ മൃദുവല്ലയോ അത്. ആ ചുണ്ടുകൾ തുള്ളിപ്പഴം പോലെ അല്ലയോ ഇരിക്കുന്നത്. ഇത് മിക്കവാറും പണിയാകും. നീ തൊണ്ടിപ്പഴം കണ്ടിട്ടുണ്ടോടാ? ഞാൻ കപ്പലിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് അതിനുള്ള യോഗമേ ഉള്ളൂ. ഗുരുവേ, അങ്ങയുടെ മുഖത്ത് തന്നെ ഇരിക്കട്ടെ ആദ്യ പരീക്ഷണം. അത് വേണോടാ ലഡഗുരു? കണ്ണടയ്ക്കുക. നാം ഒരു മന്ത്രം ചൊല്ലും. പൊടി വിതറും. അപ്പോൾ ഈ മുഖം റോസപ്പൂ പോലെ മിന്നിത്തിളങ്ങും. ശിഖരക്കിരട്ടപ്പൂ ഒരു കത്തി ചവക്കണ്ണിപ്പല്ല വരുതി. അയ്യോ, എന്റെ മുഖം നികർന്നേ, കണ്ണ് കാണുന്നില്ലേ? ഓടി വായോ. ഇല്ലടാ, അവിടെ കോണിപ്പാടിരുന്ന എന്റെ തലയിൽ കോണി വീണല്ലോ. ആഹാ, ഉപ്പുകണ്ടം പോഹു വൃത്തിക്കണ്ടം മൂലമറ്റം പാലപ്പം കള്ളയപ്പം വെള്ളയപ്പം പോകുവാണേ. നമ്മള് പോകുവാണേ, നമ്മള് പോകുവാണേ. എന്തായിരുന്നു നിന്റെ വീട്ടിൽ ആരൊക്കെയോ നിലവിളിക്കുന്ന പോലെ കേട്ടല്ലോ.
അത് ചിലപ്പോൾ ഇവളുടെ പപ്പ ആരെങ്കിലും ബോധം കെടുത്തത് ഓപ്പറേഷൻ ചെയ്തായിരിക്കും. അതങ്ങനെയാ, വെളിവില്ലല്ലോ, വെള്ളമല്ലേ. ഒന്ന് പൊക്കോണം കേട്ടോടി, എന്നെ അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യില്ല, പാവ. ആ കുൽക്കർണിയെ പാമ്പ് കടിച്ചെന്ന് നിലവിളിക്കുന്ന ശബ്ദമാണല്ലോ ഞാൻ കേട്ടത്. കുൽക്കർണിയാണ് പാമ്പ് കടിച്ചതെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, പാമ്പ് അപ്പോൾ തന്നെ തട്ടിപ്പോയി കാണും. പേടിയും കാർച്ച കേട്ടോ. അയാൾക്ക് പിന്നെ കരയാൻ വേറെ കാരണമൊന്നും വേണ്ടല്ലോ. ഒരു തേങ്ങ തല വീണാ മതി, അപ്പം തന്നെ മോങ്ങ തുടങ്ങും. തേങ്ങ തലയിൽ വീണാൽ പിന്നെ ആരാണെങ്കിലും കരഞ്ഞു പോവുകയല്ലേ. അതൊക്കെ എൻ്റെ പപ്പ, ചക്ക തല വീണാലേ കരയുള്ളൂ. ശരിയായിരിക്കും, നിങ്ങളുടെ വീട്ടുപേര് പ്ലാവിനടിയിൽ ചക്ക എന്നല്ലേ? കുറച്ച് ചക്ക എനിക്കും കൂടിയും തരണേ, കുട്ടൂസിന് കൊടുക്കാനാ. ചക്കയുണ്ടോ ഡാഗിനി എന്ന് എപ്പോഴും ചോദിച്ച് നടക്കുക. നിങ്ങൾ എങ്ങോട്ടാണ് ഈ കാട് കയറി പോകുന്നത്? ഇത് സംഭവിച്ചതൊക്കെ ഞാൻ ഒപ്പിച്ച പണിയാ, നിങ്ങൾക്കറിയാമോ? നിന്റെ പണിയാണെന്ന് നീ അവർക്ക് ഇരുവശം കലക്കി കൊടുത്തോടി. നീയാളെ ന്യൂജേഷൻ ചങ്ക് വിഷം കലക്കി കൊടുത്താൽ ചത്തു പോവില്ലേ? മുറി വൈദ്യൻ ഒളിച്ചു കൊണ്ടുവന്ന കല്ല് ഞാനെടുത്ത് കുപ്പിയിൽ ഒഴിച്ചു വെച്ചതല്ലേ, അവർ അതെടുത്ത് കുടിച്ചു, അത്ര തന്നെ. ഭാവിയുണ്ട്, ഈ തല വെയിൽ കൊള്ളിക്കരുത് കേട്ടോ. അതൊക്കെ പോട്ടേടി, നമ്മുടെ കിരൺ ചേട്ടൻ ഇപ്പോൾ കാണാനില്ലല്ലോ, നമുക്കൊന്ന് പോയി നോക്കിയാലോ. പപ്പയ്ക്ക് അവനോട് ഒട്ടും സ്നേഹമില്ല, വൈദ്യനാകാൻ നടക്കുക, കഷ്ടം തന്നെ. നമ്മുടെ കൂടെ ഡാൻസ് കളിക്കാൻ കിരണിന്റെ പപ്പയും ഉണ്ടെന്ന് മഞ്ജു ചേച്ചിയും വരും. പുള്ളിക്കാരൻ ഡാൻസ് കളിക്കുന്നതൊക്കെ കൊള്ളാം, എൻ്റെ കാലിൽ ചവിട്ടി വിവരം അറിയും. എല്ലാവരും ശ്രദ്ധിക്കണേ, ബൈബിളിൽ നിന്നൊരു ചോദ്യം, ഉത്തരം പറഞ്ഞ സമ്മാനമുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരേപോലെ കാണപ്പെടുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വം യേശു ക്രിസ്തു. അല്ല, എന്നാലും യേശു ക്രിസ്തുവുമായി മറ്റൊരു തലത്തിൽ ബന്ധമുണ്ട്. ഒരു ക്ലൂ തരാവോ ചെറുതായിട്ട്? പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പേര് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം, മൽക്കിസദേക്ക്. കൊള്ളാം, മിഠായി നിനക്ക് തന്നെ. അടുത്ത ചോദ്യം ഞാനാണ്. തളിരിലയിൽ കസർത്ത് കാണിക്കുന്നത് ആരാണ്? സംശയം ചൊറിയും വരും. മുറിവെയ്ത കറി വെയ്ത കളിയാടിയിടാൻ വരുമോ നീ? പാടില്ല തീക്കിളിയാണ്, കഷായമെല്ലാം റെഡിയാണ്. കിരൺ, ഹേയ് മിസ്റ്റർ കിരൺ, ഞാൻ ആരെന്ന് നിനക്കറിയാമോ? ഞാനാണ് വില്യം മാർഷൽ. നീ ഇപ്പോഴേ മയങ്ങി തുടങ്ങിയിരിക്കുന്നു അല്ലേ? ആരാണ് നിങ്ങൾ? എന്തിനാണ് എന്നെ ശല്യം ചെയ്യുന്നത്? ഞാനൊന്ന് മയങ്ങിക്കോട്ടെ. മയക്കം, അനന്തമായ മയക്കം. ഞാൻ എല്ലാവരെയും മയക്കും, അങ്ങനെ ഞാൻ സകലരെയും എന്റെ വലയിലാക്കും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അട്ടഹസിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളെ എനിക്ക് അറിയില്ലല്ലോ. നീ ഇത്രയും പേർ നിന്നെ മറന്നോ? നിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയപ്പോൾ മുതൽ നീ എന്റെ അധീനതയിലാണ്. നാളെ ഞാനൊരു രത്നവ്യാപാരി ആയേക്കാം. സ്വപ്നങ്ങൾ വിൽക്കുന്ന രത്നവ്യാപാരി. നിങ്ങൾ എന്തൊക്കെയോ അർത്ഥം വെച്ച് സംസാരിക്കുന്നു. ഓ, ഞാൻ ഓർക്കുന്നു, അന്ന് നിങ്ങൾ പറഞ്ഞു മരുന്ന് വ്യാപാരിയാന്ന്, ഇപ്പോൾ പറയുന്നു രത്നവ്യാപാരിയാന്ന്. ഞാൻ ഇതിൽ ഏത് വിശ്വസിക്കണം? നീ എന്ത് വിശ്വസിച്ചാലും കൊള്ളാം. ഞാൻ നിന്നോട് രഹസ്യം പറയാം. ഞാനാണ് ലൂസിഫർ. എന്ത്? ലൂസിഫറോ?
നിങ്ങൾ പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുന്നു. അത് നിന്റെ തോന്നൽ മാത്രമാണ്. എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. വംശങ്ങളും ജാതികളും ഉണ്ടെങ്കിലും എല്ലാവരുടെയും രക്തത്തിന്റെ നിറം ചുമപ്പ് നിറമല്ലേ? രക്തമോ? നിങ്ങൾക്കെന്താ താമതോ? അതേടാ, ഭ്രാന്ത് തന്നെ. സിരകളിൽ ലഹരി പതിഞ്ഞ് വ്യാപരിക്കുമ്പോൾ നല്ല നല്ല അനുഭൂതികൾ ഉണ്ടാവും. നിനക്കറിയണോ? ഞാൻ തരാം. എന്റെ ജീവിതവും സ്നേഹവും ദൈവത്തിൽ സമർപ്പിച്ചിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ മിസ്റ്റർ കിരൺ. ഞാൻ ഇവിടെ വരുമ്പോൾ നീ നല്ല മയക്കത്തിലായിരുന്നെങ്കിലും നിന്റെ മനസ്സെവിടെയായിരുന്നു? അവളുടെ മടിയിലല്ലായിരുന്നു? നിന്റെ ചിത്രലേഖയുടെ മടിയിൽ. നിനക്ക് അവളെ എങ്ങനെ അറിയാം? റിലാക്സ് ബേബി, റിലാക്സ്. ഒരായുധം കൊണ്ടും നിനക്കെന്നെ കൊല്ലാൻ കഴിയില്ല. ഞാൻ ആരെന്ന് ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? ചിത്രലേഖി, എന്റെ ചിത്രലേഖി, നീ എവിടെയാണ്? നിന്നെ എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ലല്ലോ. ഞാനിവിടെ ഉണ്ട് കിരണേട്ടാ. എനിക്ക് കിരണേട്ടനെ കാണാമല്ലോ. മുന്തിരിപ്പൂക്കൾ പൂത്ത് സുഗന്ധം പടർന്നിരിക്കുന്നു. ഏട്ടനത് അനുഭവപ്പെടുന്നില്ലേ? മറന്നിരിക്കാതെ വരൂ കിരണേട്ടാ, എനിക്ക് കാണാൻ കൊതിയായി. നിനക്കവളെ കാണണ്ടേടാ? കാണണം. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും? കണ്ടോടാ, നിനക്കെന്നെ മനസ്സിലായി തുടങ്ങിയല്ലേ? നിങ്ങൾ ചിരിക്കാതെ അവളെ എങ്ങനെ കാണാമെന്ന് പറയൂ. അതിന് ഞാൻ നിനക്കൊരു മരുന്ന് തരാം. അത് കഴിയുമ്പോൾ നീ അവളുടെ അടുത്തേക്ക് പറന്ന് ചെല്ലും. നിന്നെ ആ കയ്യിൽ നിന്ന് നീട്ടിക്ക്.
ഓർക്കുകയാണ്. ഇതിലേക്ക് എടാ വില്യം, നീ എന്തിനിവിടെ വന്നു? ഞാൻ എവിടെ പോകണമെന്ന് നീ അവിടെ തീരുമാനിക്കുന്നത്? ഇതെന്ത് വീടാണടാ? അവന്റെ അടുത്ത് ആരൊക്കെ വരണമെന്ന് ഞാനാടാ തീരുമാനിക്കുന്നത്. നീ മയക്കുമരുന്ന് വിൽപ്പനക്കാരനല്ലേടാ, ദുഷ്ട. അപ്പോൾ നിനക്കെന്നെ നന്നായി അറിയാമല്ലേ? ഇറങ്ങിപ്പോടാ സാത്താനെ എന്റെ വീട്ടിൽ നിന്ന്. ഞാൻ ഇപ്പോൾ പോകുന്നു. വീണ്ടും വരുമ്പോഴാ നിന്റെയൊക്കെ ജീവൻ എടുക്കാൻ. കിരൺ ചേട്ടാ, ഞങ്ങളുടെ അടുത്ത് കളിക്കാൻ വരാത്ത എന്താ? ഞാനേ ഇവിടെ ഇല്ലായിരുന്നു, ഒരു ദൂരെ യാത്ര പോയിരിക്കുക. കള്ളം പറയണ്ട, ഞങ്ങളെല്ലാം അറിഞ്ഞു കേട്ടോ. അറിഞ്ഞോ? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. വേണ്ട ചേട്ടാ, ചീത്ത കൂട്ടുകെട്ടി പോയാ ഞങ്ങളിനി വരില്ല. അതൊരബദ്ധം പറ്റിയതാ. ഞാൻ ഇനി തെറ്റൊന്നും ചെയ്യില്ല. എന്നാൽ വാ, നമുക്ക് പുറത്തു പോയി കളിക്കാം. ഇല്ല, നിങ്ങൾ പോയി കളിച്ചോ. എനിക്ക് തീരെ വയ്യ. ഞാൻ പിന്നെ വരാം. ആ കുട്ടികളുടെ സ്നേഹം നീ കണ്ടില്ല, എത്ര നിഷ്കളങ്കമാണ്. ഇല്ലപ്പാ, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. നീ എന്നിൽ നിന്നും ഒന്നും ഒഴിക്കലായിരുന്നു. ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയല്ലേ? അതെന്താപ്പാ അങ്ങനെ പറയാ? എനിക്കെല്ലാം മനസ്സിലാവുന്നു. അവൻ പോയതിൽ പിന്നെ ഞാനൊരു വിവാഹം പോലും കഴിക്കാത്തത് നിന്നെ ഓർത്തിട്ട് തന്നെ. ഒരു ബുദ്ധിമുട്ടുണ്ടായതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പാ, ഇത്രയും പ്രായമായിട്ടും വൈദ്യം പഠിക്കാൻ പോകുന്നത് നിനക്കൊരു സഹായമായിക്കട്ടെ എന്ന് കരുതിയ തമാശയും കുട്ടികളോട് നൃത്തം ചെയ്തതൊക്കെ എൻ്റെ മനസ്സിന്റെ താളം തെറ്റാതിരിക്കാൻ വേണ്ടി. അപ്പന്റെ ഉള്ളിൽ ഇത്രമേൽ ദുഃഖങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരിക്കലും വിഷമിക്കില്ലപ്പാ. എങ്കിൽ പറ, ആ സാത്താനുമായിട്ട് എന്താ നിനക്ക് ബന്ധം? അത് അപ്പൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ കുറെ അധികം പണം കടന്നിരുന്നു. എന്തിനെന്ന് എന്നോട് ചോദിക്കരുത്. ഇല്ല, ഞാൻ നിന്നോട് നമുക്കത് എങ്ങനെയെങ്കിലും വിടാം. കൊള്ളാം, അപ്പനുമാരും കൂടി പകല് കളിക്കുകയല്ലേ? എന്റെ പൈസ ഇപ്പൊ കിടണം, ഇല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും കൊന്നു കളയും. അയ്യോ, എന്റെ മകനെ കൊല്ലല്ലേ! എങ്കിലും നീ മാറി നിൽക്കുക. ഇവനോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പേടിച്ചു പോയില്ലേ പാവങ്ങൾ? അന്ധകാരം ഭൂമിയെ വിഴുങ്ങുമ്പോൾ ഞാൻ മാത്രം ഉണർന്നിരിക്കും. കൊലപാതകങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, ഗർഭചിത്രങ്ങൾ തുടങ്ങി കുറ്റമില്ലാത്ത രക്തം ദൈവത്തോട് നിലവിളിക്കുന്നു. എന്ത് രസമാണല്ലേ കേൾക്കാൻ. നിനക്കത് കേൾക്കണം. അത് കേൾക്കണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാലോ? എന്റെ കാശിന് പകരം നിന്റെ അവയവങ്ങൾ ഞാൻ ഓരോന്നായി മുറിച്ചെടുത്ത് വിൽക്കും. എന്റെ അവയവങ്ങൾ നിങ്ങളെടുത്തു. എന്റെ പ്രിയപ്പെട്ട മകൻ അവൻ ചെറുപ്പമല്ലേ. അവനെ വെറുതെ വിടാൻ അവർക്ക് ദൈവമുണ്ടാകണം, ദൈവമുണ്ടാകണം. ദൈവം എനിക്കോ? എന്റെ സിരകളിൽ ഓടുന്നത് ചുടുരക്തമല്ല, മയക്കുമരുന്നാണ്. എന്നെ കോടീശ്വരനാക്കിയതും ഈ മരുന്നാണ്. ഇളം തലമുറയിൽ ഞാനത് പകർന്നിരിക്കും. മരണത്തിന്റെ താഴ്വരയിലേക്കാണെന്നറിയാതെ വെള്ളി വെളിച്ചത്തിലേക്ക് വരുന്ന ഈയാമ്പാറ്റുകളെ പോലെ അവർ മയങ്ങി വീഴും. ആ സമയം
അവരുടെ വിലപ്പെട്ടതെല്ലാം ഞാൻ കവർന്നെടുക്കും. അപ്പോൾ എന്റെ ചിത്രലേഖയുടെ തിരോധാനത്തിന്റെ പിന്നിൽ നീ ആയിരുന്നല്ലോ ചെറുത്താന്. നിനക്ക് സംശയമുണ്ടോ? ഇതുകൂടി കേട്ടിട്ട് നീ മരിക്കണം. അപ്പോൾ എനിക്ക് സംതൃപ്തിയേറും. അവളെ കൊന്നത് ഞാനാണ് നായേ. എടാ ദുഷ്ട, നിന്നെ ഞാൻ അനങ്ങി പോകരുത് രണ്ടും. ഞാൻ അവൾക്ക് കൊടുത്ത വീര്യമേറിയ ലഹരിയുണ്ടല്ലോ, അത് കഴിച്ച് അവളുടെ ആത്മാവ് നരകത്തിലേക്കാണ് പോയത്. തീരമേ, അവനെ കുത്തി മലർത്തടോ. ശരി പപ്പ, ഇവൻ ചത്താലിന്റെ പ്രതികാരം അടങ്ങും. എടാ വഞ്ചക, നിന്നെ ഈ ഭൂമിക്ക് മേലിൽ വെച്ചേക്കല്ലടാ. മരണമില്ലാത്തവനെ കൊല്ലാൻ നോക്കുന്ന വിഡ്ഢി. ഇവനെ കൊല്ലാൻ കഴിയില്ല പപ്പ. ഇവൻ ശരിക്കും ലൂസിഫർ തന്നെ. നിങ്ങൾ കേട്ടില്ലേ? അവളുടെ ആത്മാവ് നിന്നെ തേടി അലഞ്ഞു നടക്കുകയാണ്. എനിക്കൊട്ടും സമയമില്ല. കൂടുതൽ ആത്മാക്കളെ നരകത്തിലെത്തിക്കണം. നീ സ്വയം ചാകട കൂട്ട. നോക്കൂ, എന്ത് രസമാണല്ലേ. അപ്പനെങ്കിലും ജീവിച്ചിരിക്കണം. അവന്റെ ആളുകൾ എന്നെ ഒരിക്കലും വെറുതെ വിടില്ല. അപ്പം ഈ മകനോട് ക്ഷമിക്കണം. ഞാൻ ഈ മണ്ണിൽ അലിഞ്ഞു ചേരട്ടെ കപ്പ. ഞാൻ മരിച്ച അവളുടെ അരികിലെത്താം. അവളുടെ ആത്മാവ് എന്നെ കാണാതെ അരിയാണ്. എന്റെ മോനെ, നിനക്കൊന്നും പറ്റിയടാ. എടാ എഴുന്നേക്കടാ മോനെ. എടാ എടാ, എന്റെ മോനെ ചതിച്ചല്ലോടാ. എന്താണ് അയച്ചത്? അയ്യോ മോനാ, എന്റെ മോനാ. അപ്പനക്കനെ സഹിക്കൂടാ. മക്കളെ, കിടക്കുന്നത് കണ്ടോ? എന്റെ മോൻ, നിങ്ങളുടെ കൂട്ടുകാരൻ. അവൻ സ്വയം മരിച്ചു മക്കളെ. ആരാ കൊന്നതെന്നറിയുമോ? മയക്കുമരുന്ന്. അതവന്റെ ജീവനെടുത്തു. കിരണേ, എടാ മോനെ, എന്നെ വിട്ടുപോകാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? പറയടാ, പറയടാ മോനെ. നിങ്ങൾ ഇവനെ പോലെയാകരുത്. മയക്കുമരുന്ന് അത് ചെകുത്താനാണ്. അത് നിങ്ങളെ കൊണ്ട് കൂട്ടും പാതകങ്ങൾ ചെയ്യിക്കും. നിങ്ങളുടെ മാനം കവർന്നെടുക്കും. ആർക്കും വേണ്ട ചണ്ടിയായി നിങ്ങളെ ഈ സമൂഹത്തിൽ വളർത്തും. ഈ തലമുറ നിങ്ങളുടെ സ്വപ്നങ്ങൾ അവ വലിച്ചു കയറി നിരത്തിലൂടെ വലിച്ചിഴയ്ക്കും. ഒടുവിൽ നിങ്ങളുടെ ജീവൻ വലിച്ചു പൊളിച്ചെടുക്കും ഈ മയക്കുമരുന്ന്. അരുത് മക്കളെ, അരുത്. മയക്കുമരുന്ന് കൊണ്ട് സ്വയം ജീവൻ ഒടുക്കിയ ഒരു മകന്റെ ശവശരീരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഹൃദയം തടഞ്ഞു കയറുന്ന വേദനയോടെ ഈ അപ്പൻ യാചിക്കുകയാണ്. മക്കളെ,
നിങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമക്കളാക്കരുത്. അടിമക്കളാകരുത്. അടിമകളാകരുത്. അടിമകളാകരുത്. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം.